വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ മധ്യസ്ഥതയാൽ ലുക്കീമിയ അസുഖത്തിൽ നിന്നും തന്നെ മോചിപ്പിച്ച സംഭവം വിവരിച്ചുകൊണ്ട് ഫാദർ എലിൻഡൺ കോസ്റ്റയുടെ സാക്ഷ്യം. കാർലോ അക്വിറ്റസിൻ്റെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ അന്ന് തന്നെ റോമിലെ തെരുവുകളിൽ നിറഞ്ഞു നിന്ന ജനക്കൂട്ടത്തിനിടയിൽ ഫാദർ എലിൻഡൺ കോസ്റ്റയുടെ ജീവിതകഥ ഹൃദയസ്പർശിയായി വേറിട്ടു നിന്നു. വിശുദ്ധ കാർലോയെ ബാധിച്ച അതേ തരത്തിലുള്ള രക്താർബുദത്തെ ഈ ബ്രസീലിയൻ പുരോഹിതൻ അതിജീവിച്ചു. ഒരു അഭിമുഖത്തിൽ ഫാദർ കോസ്റ്റ തൻ്റെ ക്യാൻസറുമായി ഉള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചു. കാർലോയുടേതുപോലുള്ള രക്താർബുദം എനിക്കുമുണ്ടായിരുന്നു. വളരെ ഗുരുതരമായ M3 അക്യൂട്ട് മൈലോയിഡ് രക്താർബുദം. 5 ദിവസം മൂത്രത്തിലൂടെ രക്തമാണ് പുറത്തേക്ക് പോയത്. 28 ദിവസം കീമോതെറാപ്പി ചെയ്തു. കീമോതെറാപ്പിയുടെ 4 സൈക്കിൾ എടുത്തു. എന്നാൽ ശാരീരിക രോഗശാന്തിയേക്കാൾ ഉപരിയായി ദൈവം എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തി. കാർലോയെപ്പോലെ ഞാനും എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായി. രോഗനിർണയത്തിന് ശേഷം കുളിച്ചു കയറുന്നതിനിടയിൽ ആശുപത്രിയിൽ നടന്ന ഒരു നിർണായക നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ജലത്തെ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ രക്തവും വെള്ളവും പോലെയാണ് ഞാൻ കണ്ടത്. പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി, ഈ രോഗം മരണത്തിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അന്നു മുതൽ ഞാൻ ദൈവത്തെയാണ് ആശ്രയിച്ചത്. ഫാദർ കോസ്റ്റോയ്ക്ക് കാർലോ ഒരു യഥാർത്ഥ ആത്മീയ കൂട്ടാളിയായി മാറി. എൻ്റെ മുത്തശ്ശിമാരെ പോലെ കാർലോയും ഇറ്റാലിയൻ ആയിരുന്നു. അനാവശ്യമായ കാര്യങ്ങളോട് എങ്ങനെ നോ പറയണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യേശുവിനോട് ഐക്യത്തോടെ ജീവിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു പുരോഹിതനാകാതെ പോലും അദ്ദേഹം ഒരു അസ്തിത്വപരമായ പൗരോഹിത്യമാണ് ജീവിച്ചത് എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്നെ പ്രചോദിപ്പിക്കുന്നു. ക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ സമർപ്പണം. ഇപ്പോൾ സുഖം പ്രാപിച്ച് ശുശ്രൂഷയിലേക്ക് തിരിച്ചെത്തിയ ഫാദർ കോസ്റ്റ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരുന്നതിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നു, ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നു, ദിവസേന ദിവ്യബലി അർപ്പിക്കുന്നു. സാക്ഷ്യം വഹിക്കാനുള്ള ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ജനിച്ചവരാണ്, പക്ഷേ പലരും ഫോട്ടോ കോപ്പികളായി ജീവിക്കുന്നു എന്ന് കാർലോ പറഞ്ഞു. ദൈവം എനിക്ക് നൽകിയ സമ്മാനത്തോട് വിശ്വസ്ത പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന വിശുദ്ധ പദവി പ്രഖ്യാപന ശുശ്രൂഷയ്ക്കിടെ ഫാദർ കോസ്റ്റ സോഷ്യൽ മീഡിയയിൽ തൻ്റെ നന്ദി പങ്കുവച്ചു. 1 വർഷം മുമ്പ് കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. വാസ്തവത്തിൽ നമ്മെ കാക്കുന്ന വിശുദ്ധനെ തിരഞ്ഞെടുക്കുന്നത് നമ്മളല്ല, മറിച്ച് ദൈവമാണ്. സ്വർഗത്തിലെ മറ്റൊരു സുഹൃത്ത് കാർലോ ചെയ്തതുപോലെ എപ്പോഴും യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നതായിരിക്കട്ടെ എൻ്റെ ജീവിത പദ്ധതി. ഫാദർ കോസ്റ്റയുടെ സാക്ഷ്യം വിശുദ്ധരുടെ മധ്യസ്ഥതയുടെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും ശക്തമായ അടയാളമാണ്. യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുവാൻ യുവജനങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്നതാണ് വിശുദ്ധ കാർലോയുടെ ജീവിതം.